ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ഭാവി സ്വയം നിർമ്മിക്കണം എന്നുള്ളതാണ്. കഠിനാധ്വാനം കൊണ്ട് ഭാവിയെ കെട്ടുറപ്പുള്ളതാക്കണമെന്നാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ ആരാന്ന് വെച്ചാൽ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളോടെ നമ്മുടെ എല്ലാം മുന്നിൽ വന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ്. സോ ലെറ്റ്സ് വെൽക്കം ഫസൽ റാസി ആൻഡ് ലീന നായർ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മള് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അതായത് ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. ചേട്ടനെ ഞാൻ കണ്ട് മടുത്തു. അതെ, കുറെ നാളിന് ശേഷം എന്റെ ചേട്ടനെ കണ്ട സന്തോഷത്തിൽ സുഖമായിട്ടിരിക്കുന്നു. നമ്മള് സെയിം കളറൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ചേട്ടനും അനിയത്തിയായി ഇങ്ങനെ വേണം. എനിക്കും അങ്ങനെ തന്നെ വേണം. എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാനും പ്രേക്ഷകരും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് പാടും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതെല്ലാം കൂടി ഒരു രീതിയിൽ പാടും. ഒരുപാട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളെ പാട്ടിലൂടെ എന്തോ ആയിക്കോട്ടെ. എന്തായാലും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു അടിപൊളി സദ്യ അങ്ങ് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും. റെഡി? ഓക്കെ, തുടങ്ങാം. ശരി, നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പറയൂ. അതായത് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇപ്പൊ ചേച്ചി അനിയനും ചേട്ടൻ അനിയനൊന്നുമില്ല. ഇപ്പൊ ഫുൾ വേറെ കുടുംബത്തിലൊരു അംഗമായി മാറിയിരിക്കുകയാണ്. പാടാത്ത വൈകലി അത് നന്നായിട്ട് പോകുന്നു. ചേട്ടൻ പറയൂ, അതായത് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ ഇതിൽ പ്ലേ ചെയ്യുന്നത്? അതെയോ? പ്രധാനമായിട്ടും ത്രൂ ഔട്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒരു കുടുംബത്തിലെ 7 പേര് 8 പേരില് ആ ഒരു ജ്യേഷ്ഠൻ ക്യാരക്ടറാണ്. ഒരുപാടുണ്ട്. എല്ലാം ജ്യേഷ്ഠനാണല്ലോ. നമ്മുടെ ഇതും കൂടെ നോക്കിയിട്ടായിരിക്കും. നല്ല പക്വതയുള്ള ഒരു ജ്യേഷ്ഠൻ. മമ്മൂക്കയ്ക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ സീരിയലിലെ ഒരു മമ്മൂക്ക എന്ന് പറയാം. ഓ, സീരിയലിലെ മമ്മൂക്ക എന്നാ വിചാരം. ഞാൻ അത്യാവശ്യത്തിന് വർഷങ്ങൾ കുറെ ആയില്ല ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞാനൊരു 17 years ആവുന്നത്. ഒരു നല്ല എൻട്രി ആയിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ മാനസപുത്രി എന്ന് പറഞ്ഞ സീരിയലിൽ ആദർശ മേനോൻ. അതിനുശേഷം അതേപോലെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇതിന് നല്ല ഒരു ട്രാക്കാണ് ഇപ്പോൾ, സെപ്പറേറ്റ് ട്രാക്ക് പോലെ അടിപൊളിയായിട്ട് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ പോകുന്നു. എനിക്ക് ലീന ചേച്ചിനെ കാണുമ്പോൾ ആദ്യം മറ്റേ പ്രേതം ആ സീരിയലാണ് എന്റെ മനസ്സിൽ വരുന്നത്. രഹസ്യം അല്ലേ? അതെ, എല്ലാവരും അതെ. അപ്പൊ പ്രേതം സീരിയൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്കൊന്നും. അതെ, അതും ഒരു ഭാഗ്യമായിട്ട് കിട്ടിയൊരു കഥാപാത്രമാണ്. അതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് നീനു എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പൊ നീനു താൽക്കാലികമായിട്ട് അതിൽ നിന്ന് പോവുകയും അപ്പോൾ എനിക്ക് സ്ഥിരതാമസം എന്ന രീതിയിൽ എനിക്ക് അതേ ഒരു മുടിയും അതേപോലെ ഒരു മുഖമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിലേക്കൊരു അവസരം കിട്ടുമായിരുന്നു. പക്ഷെ സ്വഭാവവും അതെ, ഒരു യക്ഷി സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്കതിലൊരു ശരിക്കും കുഞ്ഞിലേക്ക്, അതായത് കുട്ടികളെ പേടിപ്പിക്കുക. നമ്മൾ കുസൃതിക്കൊക്കെ നമ്മുടെ കസിൻസ് ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ കണ്ണൂരിട്ട് അതൊക്കെ ചെയ്യാറുള്ള ഒരാളാണ്? ഒന്നുമില്ല. എന്നെ ആ സീരിയൽ ചെയ്യുമ്പോൾ പോലും അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പറയായിരുന്നു, അയ്യോ നിങ്ങളെ കണ്ടിട്ട് പേടിയല്ല വരുന്നതെന്ന്. പാവമാണ് തോന്നുന്നത്. ചേട്ടന്റെ കുഞ്ഞിലത്തെ ഓർമ്മകൾ എന്താണ്? അതായത് ഫസൽ റാസി ഒരു കുഞ്ഞായിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ആക്ടിവിറ്റി, ഒരു ഹോബീസ്? ആക്ടിവിറ്റി ഞാൻ ശരിക്കും ഒരു ബേസിക്കലി ഐ എം എ സ്പോർട്സ്മാൻ. ഞാൻ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ പറ്റി. 90s ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിരുന്നു. അങ്ങനെ എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. ഒരു നല്ല പോസ്റ്റിലാണ്. അത് വിട്ട് പോരാൻ എന്തെങ്കിലും ഏജ്, ഒരു സർട്ടൺ ഏജ് ഉണ്ടല്ലോ. ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ പവർ ഗെയിമാണ്. ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ പിന്നെ, പക്ഷേ ഞാൻ 32 years ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നിർത്തി. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക്, അതായത് അഭിനയിക്കാൻ ഒരു ആഗ്രഹം വന്നു. ഞാൻ ചെന്നൈയിലായിരുന്നു 16 കൊല്ലം. ചെന്നൈയിൽ വെച്ചിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതായത് എൻ്റെ റൂംമേറ്റ്സ്. അങ്ങനെ അവരെ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം വന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെ അഭിനയിച്ചു കളയാം എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ അടുത്ത് ഇങ്ങനെ ചാൻസ് ചോദിച്ചു പോവാ. അങ്ങനെ ഇല്ല, ഞാൻ കലാമാസ്റ്ററുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. കലാമാസ്റ്ററിലെ കലാമാസ്റ്ററുടെ കലാലയിലെ സ്റ്റുഡൻ്റാണ് ഞാൻ. ഇവരുടെ കൂടെ പോകുക. ഞാൻ ഡാൻസർ ആ രീതിയിലല്ല. അല്ലല്ല, ഞാൻ ഡാൻസർ സ്റ്റുഡൻറ് എന്ന് പറയാൻ കാര്യം അല്ലല്ല, ഈ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പഠിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വരും ഡയറക്ടേഴ്സൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. അന്ന് 300 rupees പെർ മന്ത്. പക്ഷേ രസമാണ് ഭയങ്കര. എല്ലാം സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്ന്. അപ്പോൾ മെയിനായിട്ട് അവർ ഡാൻസ് പഠിക്കുക എന്നുള്ളതല്ല, അവിടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ സെലക്ഷന് വേണ്ടി വരും. കലാമാസ്റ്ററുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ
ഫിലിമിലേക്ക് സെലക്ട് ചെയ്ത ഹീറോയിൻസ് വന്ന് അവിടെ മാഡത്തിൻ്റെ അടുത്ത് പഠിച്ച് അതായത് ഷൂട്ടിങ്ങിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ്. ആൻഡ് ലീന ചേച്ചി ഒരു കലാതിലകമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലേ? ഒന്നാണോ അതേ 2-3 എത്ര പ്രാവശ്യം കലാതിലകം കിട്ടി? ഇല്ല, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കലാതിലകമായിരുന്നു 2 പ്രാവശ്യം. ഞാൻ 6th-ലും 7th-ലും ഡിസ്ട്രിക്ട് കലാതിലകമായിരുന്നു. ചേച്ചി എങ്ങനെയാണ് പിന്നെ ഈ അഭിനയ രംഗത്തേക്ക് വന്നത്? ഇത് ഡയറക്റ്റായിട്ട് സെലക്ഷൻ ഈ കലോത്സവ വേദിയിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുത്തതാണോ? ഞാൻ ഡാൻസ് സ്കൂളിൽ സ്ഥിരം പോകുന്ന ഒരാളായിരുന്നു, അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്, പലതരമായിട്ട് അവിടെ ഇവിടെയൊക്കെ തല കാണിച്ചിട്ടുണ്ട്. അതെ, മൈ ഡിയർ കരടി, മഴ, ആ സിനിമയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്നെ കാണാം. ശ്രദ്ധിച്ച് നോക്കണം. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സമയമായപ്പോൾ മടുപ്പായി. കാരണം ഇനി അവസരമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച എൻ്റെ അമ്മൂമ്മയായിരുന്നു എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് എല്ലായിടത്തേക്കും. പിന്നെ ഇനി രക്ഷയില്ല, നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഡാൻസ് മാത്രമായി. ആ ഡാൻസ് മാത്രമായി. പ്യുവർലി ഡാൻസിലേക്ക് തിരിയാമെന്നായി. അപ്പോൾ ടീച്ചറാണ് എൻ്റെ ഡാൻസ് ടീച്ചർ, ഗിരിജാചന്ദ്രൻ ടീച്ചറാണ്. കിരീടം സിനിമയുടെ പ്രൊഡ്യൂസറായ കിരീടം ഉണ്ണി സാർ ആദ്യമായിട്ടൊരു സീരിയൽ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിലേക്ക് ഒരു പുതിയ ഫ്രഷ് ഫേസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസ് സ്കൂളിൽ വന്നപ്പോൾ ഞാനവിടെ കളിച്ച് കുളമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കുട്ടി മതിയോന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. മറ്റേ അടിച്ചു മോനെ എന്നുള്ള രീതിയിൽ കുട്ടി അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ദൂരദർശനിൽ നായികയായിട്ട് ഒരു സീരിയൽ. എന്തായാലും നിങ്ങളുടെ അതായത് പാട്ട്, ഡാൻസ്, അത് ഇതൊക്കെ നമ്മള് എന്താ അടിപൊളിയാണെന്ന് മനസ്സിലാക്കി. ഇനി ഗെയിമിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ഗെയിം സെക്ഷനും കൂടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ സെഗ്മെന്റിന്റെ പേരാണ് പണിപാളി. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ പണിപാളുന്ന ഗെയിമാണ്. എന്നാലും നോക്കാം. ഓക്കെ, യെസ്. അപ്പോ രണ്ടുപേരും റെഡിയാണല്ലോ? പണിപാളിയിലേക്ക് പോകാം. സോ പണിപാളി എന്നുള്ള സെഗ്മെന്റിൽ ഞാനൊരു പണി പെട്ടിയുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളുണ്ട്. കുസൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളി ചോദ്യങ്ങളാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ആർക്കാണ് ഉത്തരം മനസ്സിൽ വരുന്നത് അവർ ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കുക, ഉത്തരം പറയാം. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഫസലിക്ക് ഒരു ആൻസർ കിട്ടി. യെസ് എന്ന് പറഞ്ഞു. ഓടിപ്പോയി ബലൂൺ പൊട്ടിക്കുക, ഒരു ഉത്തരം പറയാം. ആ ഉത്തരം ശരിയാണെങ്കിൽ നമ്മള് ലീന ചേച്ചിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഇനി ആ ഉത്തരം ഫസലിക്ക പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിലോ പണിഷ്മെന്റ് താങ്കൾ തന്നെ എടുക്കണം. ഓക്കെ, ശരി. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇത് നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായി ചെയ്യുന്നു. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചായിട്ടുള്ള ഉത്തരം പറയണം, ബലൂൺ പൊട്ടിച്ചിട്ട്. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. പ്രപ്പോസ് ചെയ്യണം. ലീന ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. പറ്റില്ല, ചെയ്യണം. ഒരു മ്യൂസിക് ഇട്ട് തരും. പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് നമ്മളൊരു ഇഷ്ടം ഒരു പെൺകുട്ടിയോട് പറയുന്നു. ലീന, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്തോ ടെൻഷനാവില്ലേ പ്ലീസ്? എന്തോ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ കുറെ നാളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നോക്കല് പേടിയാവും. സത്യം പറഞ്ഞാൽ പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര നാളെ പറയാറുണ്ട്. ആണോ? ശരി, പറഞ്ഞോ. കാരണമില്ല, ഈ ഡ്രസ്സ് ഭയങ്കര ബോറാണ്. ഇത് പറയാനാണോ ഇത്രയും നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നത്? നേരത്തെ പറഞ്ഞൂടായിരുന്നോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? നിന്റെ പുറകെ നടക്കുന്ന ഓടിയോളൂ. അടുത്തത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും നല്ല ചളിയാണ്. കാർ മേഘത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കാർ മേഘത്തിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞോ. എനിക്ക് ഒരുപാട് ചളികൾ ഇങ്ങനെ. ഈ കാർ മേഘത്തിന് ഇംഗ്ലീഷിലേക്ക് ചിന്തിക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കാം. കാർ മേഘത്തിന്റെ ഇംഗ്ലീഷ് അല്ല, പക്ഷെ ആ വേർഡിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇംഗ്ലീഷുകരിക്കാം. കാർ മേഘം എന്നുള്ളത് ഞാൻ പറയട്ടെ. ഞാൻ ചളി പറയട്ടെ. ചളി പറ. ബൈക്ക് മേക്കപ്പ്. ചേച്ചി, അതായത് തൊട്ടടുത്തെത്തി. ആ ബൈക്കിന് പകരം കാർ മേ നോട്ട് കം എന്ന് പറയണം. ഓ, അങ്ങനെ. കാർ കിളിപ്പോയി കിളിപ്പോയി. കാർ മേക്കപ്പ് ഇതിന്റെ ഓപ്പോസിറ്റ്
കാർ മേ നോട്ട് കം. ഇപ്പൊ മനസ്സിലായി. ഓക്കെ, എടുത്തോ. നീയല്ലേ ഇവളല്ലേ ബൈക്കല്ലേ? അല്ല, അവക്കാണ്. പക്ഷെ ഞാൻ ഏതാണ്ട് അടുത്ത് പറഞ്ഞു. ഇല്ല, ഏതാണ്ട് അടുത്തൊന്നുമില്ല. എന്താ? 10 ഏത്തട. സൂപ്പർ സിമ്പിൾ. 2 3 കുഴിയണം. 4 5 6 7 8 9 10. സൂപ്പർ. അടിപൊളിയാ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണം. ചളി. ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട. ക്യാരറ്റ്. എന്ത് ഉത്തരം പറയാൻ പോകുന്നു? എന്താണ് ക്യാരറ്റ് കട? ക്യാരറ്റ് കടയിൽ ക്യാരറ്റ് മാത്രമേ കിട്ടൂ. ലോജിക്കല്ല. ചളി. ക്യാരറ്റ് മാത്രം. ക്യാരറ്റ്. ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞു വേണമെങ്കിൽ. ക്യാരറ്റ്. മാത്രം കിട്ടുന്ന കടയാ. ഞാൻ ജ്വല്ലറി. ജ്വല്ലറി. 916 ക്യാരറ്റ്. സ്ലോ മോഷനിൽ ഓടുക. മ്യൂസിക്. ആളുകൾ ആഗ്രഹിക്കാത്ത പണം. നമ്മൾ ആരും ഇത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കില്ല. ഈ പണം. പൊട്ടിക്ക്. ആളുകൾ ആഗ്രഹിക്കാത്ത പണം. ഞാൻ ചാൻസ് തരാം. വേണേ ഉത്തരം പറഞ്ഞു. തർപ്പണം. തർപ്പണം ചെയ്യാൻ തർപ്പണമല്ല. അല്ല, ചേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലടാ, എനിക്ക് ഇതിനകത്തൊന്നും ഇല്ലടാ. ഈ കാണുന്ന ഇത് ആരോപണം. നമ്മൾ ആരോപണം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. എടുത്തോ. ശരിയാ. ട്രാഫിക് ഉള്ള റോഡിൽ സാങ്കല്പിക കാർ ഓടിക്കുക. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണേ? ഭയങ്കര ബ്ലോക്ക്. അവിടെ എന്താണ് ചെയ്യുന്നത്? വണ്ടി എടുത്തോട്ട് പോടാ. ഇപ്പുറത്തൂടെ വണ്ടി വരുന്നു. ഇപ്പുറത്തൂടെ എടുക്കും. ഗിയർ ചേഞ്ച് ഭയങ്കര ബ്ലോക്ക്. തിരിച്ച് വീട്ടിൽ പോ. ഇനി അടുത്തത്. വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? ചേട്ടാ, വെള്ളത്തിൽ അലിയുന്ന. എനിക്ക് കിട്ടി. പൊട്ടിക്ക്. ഷാംപൂ. സൂപ്പർ. ഷാംപൂ. നമ്മൾ പറയുമ്പോ ഷാംപൂ. ഇത് കളിയാക്കുക ശരിക്കും അല്ലേ? ടപ്പാങ്കൂത്ത്. ഡാൻസ് കളിക്കുക. അതൊക്കെ. അടുത്ത ചോദ്യം. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം എന്ത്? അതെന്തായാലും അറിയാം. പൊടിയിട്ടാൽ വടിയാകും. ഇതും എനിക്കറിയാം. പൊടിയിട്ടാൽ വടിയാകും. പാത്രത്തില് പൊടിയിട്ടു. കുറച്ച് കഴിയുമ്പോ അത് വടിയാവും. പുട്ട്. Thank you very much. സ്വാസികയെ കുറിച്ച് രണ്ടുപേരും കവിത ചൊല്ലുക.
ചുവന്ന ബ്ലൗസിൽ കുളിച്ചു നിൽക്കും ഈ യുവതി, അവളുടെ നാമം സ്വാസിക. ഏവരുടെയും ഉള്ളിൽ കുടിയേറുന്നൊരു അപ്സര കന്യക സ്വാസിക. ക്യാ ബാത് ഹൈ. സന്താരി താരി തരാരി താരോ അല്ല ഞാൻ ട്യൂണിട്ട് കൊടുത്തയാ. വൈപ്പാണെങ്കിലും നീണ്ട മുടിയോടുകൂടി സ്റ്റേജിൽ വരുന്നവൾ സ്വാസിക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും വെപ്രാളപ്പെട്ട് ഫുട്ബോൾ കളിക്കുന്ന രാജ്. ഫുട്ബോൾ ഏറ്റവും വെപ്രാളപ്പെട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യം. ഫുട്ബോൾ. കിട്ടി. ഇല്ലല്ലോ, ഇതിന് കിട്ടത്തില്ല. ബിക്കോസ് യു ഡോണ്ട് നോ അബൌട്ട് ഫുട്ബോൾ. ഓക്കേ, ഏതാ ആൻസർ പറ? എന്താ ആൻസർ മറന്നുപോയി. അർജന്റീന. വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു വെരി മച്ച്. കറക്റ്റ് ആൻസർ. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ആൻഡ് പണിഷ്മെന്റ്, ലാസ്റ്റ് പണിഷ്മെന്റ് ടേക്ക്. ഇതിപ്പോ ഞാൻ കുറെ പണിഷ്മെന്റ് ക എന്ന അക്ഷരം വരാതെ സംസാരിക്കുക. അടിപൊളി. സംസാരിക്കാം. ക എന്ന അക്ഷരം വരരുത്. വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? ഒരാൾ. ഒരു ആരാണ്? ഒരു പെൺമകൾ. വന്നല്ലോ. തോറ്റേ. ഓക്കേ, നല്ല രസമായ റൗണ്ടായിരുന്നു സത്യം പറഞ്ഞു. ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമുക്ക് ആരെ ജയിച്ചെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും. യെസ്, ഈ ഒരു ഗെയിമിൽ, പണി പാളിയ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് തോറ്റിരിക്കുന്നത് എപ്പോഴും തോൽക്കാനായി വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ അനുഭവമല്ല. തോൽവി ഒരു അലങ്കാരമായി കാണുന്ന ഫസലിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സമ്മാനം കൊടുക്കാം.